നമസ്കാരം. നമ്മുടെ രാജ്യത്തെ ഒരു സാധനത്തിൻ്റെ നികുതി കുറയ്ക്കണമെന്ന് നമ്മുടെ രാജ്യത്തെ ധനകാര്യമന്ത്രിയും അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരും മന്ത്രിസഭയൊക്കെ തീരുമാനിച്ചാൽ മറ്റാരുടെയും അനുമതിയൊന്നും വേണ്ട. നമുക്കറിയാം, ഇവിടെ ബജറ്റ് അവതരിപ്പിക്കുന്നു. നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനായിരിക്കും അത് അവതരിപ്പിക്കുന്നത്. പിന്നീട് തുടർന്ന് മന്ത്രിസഭ അത് അംഗീകരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നികുതി ഘടനയൊക്കെ പരിഷ്കരിക്കാൻ മറ്റാരുടെയും, അതായത് രാജ്യത്തിന് പുറത്തുള്ള ഒരു സംവിധാനത്തിൻ്റെയും അനുമതിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് നമ്മളാണതിൽ തീരുമാനമെടുക്കുന്നത്. എന്നാൽ നമ്മുടെ തൊട്ട് അയൽ രാജ്യമായ പാകിസ്ഥാൻ്റെ അവസ്ഥ അങ്ങനെയല്ല. അവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പാക്കറ്റ് ആട്ടയ്ക്ക് പോലും കൈനീട്ടി നിൽക്കുന്ന വാർത്ത നമ്മൾ കാണുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു വർഷം 60 ലക്ഷത്തോളം കുട്ടികൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ പെരുപ്പം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അവിടെ നിലവിൽ തന്നെ അതിഭയങ്കരമായ പണപ്പെരുപ്പമാണ്. അവരുടെ കറൻസി രൂപ അത് വളരെ തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ വല്ലാത്ത ഒരവസ്ഥയിലാണ്. ഈ ജനസംഖ്യയെങ്കിലും ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കോണ്ടമുണ്ടല്ലോ, ഈ കോണ്ടത്തിന് 18% നികുതി അവിടെ, അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിലുള്ള, അതായത് ഫെഡറൽ ബോർഡ് ഓഫ് റവന്യൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സംവിധാനം പാകിസ്ഥാന് പുറത്തുള്ളൊരു സംവിധാനത്തിൻ്റെ മുന്നിൽ കൈകൂപ്പി ഇങ്ങനെ കുനിഞ്ഞ് മുട്ടുകുത്തി നിൽക്കുകയാണ്. അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ നിങ്ങൾ ഓർക്കും, ആ രാജ്യത്തിന് എന്താ അങ്ങനെ വരുന്നത്? അവർക്ക് തന്നെ അവരുടെ ധനകാര്യമന്ത്രി ഉണ്ടല്ലോ, അവരുടെ പാർലമെൻറ്റ് ഉണ്ടല്ലോ, അവർക്കങ്ങ് തീരുമാനിച്ചാൽ പോരെയെന്ന്. പറ്റില്ല. പാകിസ്ഥാൻ IMF അഥവാ അന്താരാഷ്ട്ര നാണയനിധി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ, അവിടെ നിന്ന് കോടാനുകോടികൾ കടമെടുത്തിരിക്കുകയാണെന്ന് ചോദിച്ചാൽ അവർ കൊടുത്ത രക്ഷാ പാക്കേജിലാണ് ആ രാജ്യം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓടുക എന്ന് പറയാൻ പറ്റില്ല, മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കൊന്ന് ഉപകാരമാവട്ടെ എന്ന് അവിടുത്തെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വിചാരിച്ചിട്ടാണ്. അതിനൊപ്പം ജനസംഖ്യ ഒന്ന് കുറയ്ക്കണം, ഈ കോണ്ടത്തിനെങ്കിലും വില കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നികുതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഈ അപേക്ഷയായിട്ട് ചെലുത്തുന്നത്. പക്ഷേ IMF തള്ളാൻ കാരണം എന്താണെന്നറിയോ? ഒരു ഇടമില്ലാത്തവന് അവർ ഇങ്ങനെ ഇതുപോലെ ഇത്രയും പണം കൊടുക്കുമ്പോൾ അവരെന്തിലായിരിക്കും കണ്ണുവെച്ചിരിക്കുക? തീർച്ചയായിട്ടും നികുതിയിലായിരിക്കും. പാകിസ്ഥാൻ ഖജനാവിലേക്ക് വരുന്ന നികുതിയിൽ നിന്ന് ഒരു വിഹിതം ആയിരിക്കുമല്ലോ അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുകയും അങ്ങനെ കൊടുത്ത കാശ് മുതലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് കുറയ്ക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും? അവർ സമ്മതിക്കില്ല. ഇതിന് മാത്രമല്ല, പാകിസ്ഥാനിൽ നികുതി ഘടന ഒന്ന് മാറ്റാനോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു പരിഷ്കാരം നടത്തണമെങ്കിലോ IMFൻ്റെ അനുമതി അവർക്ക് വേണം. അല്ലാതെ അവർക്ക് പറ്റില്ല. എത്രമാത്രം കുടുക്കിലാണ് അവർ ചെന്ന് ചാടിയിരിക്കുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കും, ഈ ലോകരാജ്യങ്ങളടക്കമുള്ളവർ ഒരുപാട് കോടികൾ കടമെടുത്തിട്ടുണ്ടല്ലോ, അവർക്കൊന്നും ഈ പ്രശ്നമില്ലേ എന്ന് വിചാരിക്കും. ശരിയാണ്, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കടം വാങ്ങി ഈ എന്താ പറയുക അടിസ്ഥാന സൗകര്യങ്ങളും മറ്റുമൊക്കെ നടത്തുന്നത് അമേരിക്കയാണ്. അതിനുശേഷം ചൈനയാണ്, പിന്നെ ഇന്ത്യയാണ്. അപ്പം നമ്മൾ വിചാരിക്കും അമേരിക്ക അത്ര സാമ്പത്തിക രാജ്യങ്ങളാണല്ലോ, കടം എടുക്കുന്നില്ലേ? കടം എടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിനെ ഈട് കൊടുക്കാൻ സംഗതിയുണ്ട്, അല്ലെങ്കിൽ ഈട് കാണിക്കാൻ സംവിധാനമുണ്ട്. ചൈനയ്ക്കുണ്ട്, ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാൻ്റെ കയ്യിൽ അതൊന്നുമില്ല. അവർ കടം മേടിച്ച് മുടിഞ്ഞ് അതിൻ്റെ പുറത്തും കടം മേടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞ് കിട്ടുന്ന നികുതിയിൽ നിന്ന് വേണം ഈ കടം വീടിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ ആ നികുതി കുറച്ചാൽ ഖജനാവിലേക്ക് കാശ് വരവ് കുറയും. അവർക്ക് സമയത്തിന് ആ പണം തിരിച്ചു കിട്ടത്തില്ല IMFന്. അതുകൊണ്ട് ഈ നികുതി ഘടനയിൽ മാറ്റം വരുത്താൻ പോലും അവർ സമ്മതിക്കത്തില്ല. എന്തൊരവസ്ഥയാണെന്ന് നോക്കൂ. സത്യത്തിൽ പാകിസ്ഥാൻ എപ്പോഴാണ് ഇതുപോലെ തകരാൻ തുടങ്ങിയത്? ഒരു 10 പതിറ്റാണ്ടിന് മുമ്പൊക്കെ വരെ ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ, നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുമ്പോൾ ഏതാണ്ട് തുല്യ ശക്തികൾ എന്ന തരത്തിലായിരുന്നു അന്നൊക്കെ നമുക്ക് ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യയുടെ കൂടെ ചേർത്ത് പോലും പറയാൻ പറ്റാത്ത ഒരു പേരായി പാകിസ്ഥാൻ. നമ്മളാരും അവരൊരു നമ്മുടെ ശത്രുവായിട്ട് പോലും കൂട്ടാറില്ല. അതിനുള്ള യോഗ്യത പോലും ഇല്ല എന്ന തരത്തിൽ തീരെ അടിഞ്ഞുപോയവർ. എപ്പം മുതലാണ് അവർക്ക് ഈ അവസ്ഥ തുടങ്ങിയത്? കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ നോട്ട് നിരോധനം നടപ്പാക്കി തുടങ്ങിയപ്പോൾ മുതൽ പാകിസ്ഥാൻ തകരാൻ തുടങ്ങി. അതാണ് ശരിക്കും അവർ നട്ടെല്ലൊടിച്ച് കളഞ്ഞത്. നമ്മുടെ ഇവിടുത്തെ നോട്ടിട്ടാണ് അവന്മാർ കളിച്ചുകൊണ്ടിരുന്നത്, കള്ളനോട്ട്. നമ്മളിവിടെ ആ നോട്ടെല്ലാം നിരോധിച്ച് പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോഴാണെങ്കിൽ ഡിജിറ്റൽ മണിയാണ്. ഒരു അഭ്യാസം ഉണ്ടാക്കുക. ഇപ്പോഴും കള്ളനോട്ടും മറ്റുമൊക്കെ ഉണ്ട്, പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ രാജ്യം ഇവിടെ നോട്ട് നിരോധിച്ചപ്പോൾ യഥാർത്ഥത്തിലുള്ള അടി കിട്ടിയത് പാകിസ്ഥാനാണ്. അവിടെ നിന്ന് ഇതുവരെ അവർ കരകയറിയിട്ടില്ല. മാത്രമല്ല, അവരുടെ കയ്യിലിരിപ്പുണ്ട്. ഇടയ്ക്ക് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ നടത്തേണ്ടി വന്നു. അന്നും നമ്മൾ എത്ര കോടാനുകോടിയുടെ നഷ്ടമാണ് അവർക്ക് വരുത്തിയെന്ന് ഓർക്കുക. അവരുടെ പ്രധാനപ്പെട്ട എയർബേസുകളെല്ലാം അടിച്ചു തീർത്തു. അതൊക്കെ രണ്ടാമതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി വീണ്ടും അവർക്ക് കടം വാങ്ങേണ്ടി വന്നു. അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ അവർക്ക് വീണ്ടും കടം കൊടുക്കുന്നു. ഇവരൊക്കെ ആരെങ്കിലും വെറുതെ എന്തെങ്കിലും നയാ പൈസ കൊടുക്കില്ല. 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 20 രൂപ അവർ തിരിച്ചു പിടിക്കാൻ വേണ്ടി തന്നെയായിരിക്കും 10 രൂപ കൊടുക്കുന്നത്. ഇനി വലിയൊരു കോടാലി അവർ നേരിടാനിരിക്കുന്നു. ചൈന ഇതിനകം തന്നെ ഒരുപാട് കോടികൾ കൊണ്ട് പാകിസ്ഥാനിൽ മുതൽ മുടക്കിയിട്ടുണ്ട്. അവർക്കത് തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ മുമ്പ് ശ്രീലങ്കയെ പിടിച്ച പോലെ തന്നെ പാകിസ്ഥാൻ്റെ കഴുത്തിൽ അവർ പിടിക്കും. അങ്ങനെ ശരിക്കും പെട്ടിരിക്കുകയാണ് രാജ്യം. ആ രാജ്യത്തൊന്നും നികുതി ഘടന ജനങ്ങൾക്ക് ഒരു ആശ്വാസമാവാൻ വേണ്ടിയിട്ട് ഒരു 10 രൂപ കുറച്ച് കൊടുക്കാമെന്ന് അവർ വിചാരിച്ചാൽ പോലും IMF അത് സമ്മതിക്കില്ല. നമുക്കൊക്കെ എന്ത് ഭാഗ്യമാണെന്ന് നോക്കുക. നമുക്കൊന്നും ആ അവസ്ഥയിലേക്കേ വന്നിട്ടില്ല. നമ്മളെയൊന്നും ഇതുപോലെ നിയന്ത്രിക്കാൻ ആരുമില്ല. നമ്മളെ ഇനി ഏതെങ്കിലും കാര്യത്തിന് നിയന്ത്രിക്കാൻ ആരെങ്കിലും അവിടെ നിന്ന് പറഞ്ഞാൽ പോലും
നമ്മളത് മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നതാണ്. ഒരു സമയത്ത് അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു തിട്ടൂരം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ഭരണാധികാരികൾ എങ്ങനെയാണ് നിന്നത് എന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ അവർ 50% തീരുമാനിച്ചു നിന്നിട്ടും നമ്മളത് കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. GDPക്കും കുറവൊന്നുമില്ല. അപ്പോൾ അത്രയും ശക്തമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ചില സമയത്ത് നമ്മുടെ രൂപ ഡോളറുമായിട്ടുള്ള വിനിമയത്തിൽ വളരെ താഴെയാണെന്ന തരത്തിൽ ഇവിടുത്തെ ചില മാധ്യമങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. എത്രയോ വർഷം മുമ്പ് തന്നെ നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ട് വിനിമയത്തിൽ, അതായത് കയറ്റുമതിയിലും ഇറക്കുമതിയിലുമൊക്കെ നമ്മുടെ സ്വന്തം രൂപയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അമേരിക്കയായിട്ട് മാത്രമുള്ളെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ഡോളറിൻ്റെ പരിപാടി. ബാക്കിയൊക്കെ നമ്മൾ അവരവരുടെ രാജ്യമായിട്ട് അല്ലെങ്കിൽ രൂപയായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇത്തരം വാർത്തയും നമ്മളെ ഏശാറില്ല എന്നതാണ് സത്യം. പക്ഷേ മോദിയുടെയും BJPയുടെയും ശത്രുക്കൾ അത് വലിയ കാര്യത്തെ കൊണ്ടു നടക്കാറുണ്ട്. അതുകൊണ്ട് ഇതാണ് യാഥാർത്ഥ്യം. ഞാനിപ്പോൾ പറഞ്ഞ ഈ വാർത്ത ഇങ്ങനെ പുറമേ ഇങ്ങനെ ഒന്ന് ഓടിച്ച് പറഞ്ഞ് ചില മാധ്യമങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഇതുകൊണ്ടാണ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് IMFൻ്റെ അനുമതിക്ക് വേണ്ടിയിട്ട് പോലും ഇവർക്ക് ഇങ്ങനെ മുട്ടേ കുത്തി നിൽക്കേണ്ടി വരുന്നത് എന്ന് നമ്മുടെ ഇവിടെ മാധ്യമങ്ങൾ പറയില്ല. കാരണം അത് പറയാനാവില്ലല്ലോ. അവർക്കിപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും ഏതാണ്ട് തുല്യ ശക്തികളാണ് എന്ന തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് താല്പര്യം. സത്യത്തിൽ സാമ്പത്തികമായോ അല്ലെങ്കിൽ സൈനികപരമായോ ഒന്നും, സാംസ്കാരികമായി പോലും നമ്മളോട് താരതമ്യപ്പെടുത്താൻ പോലും പറ്റാത്ത ഒരു പരാജയപ്പെട്ട ഒരു മത രാഷ്ട്രം മാത്രമായിരിക്കുകയാണ് നിലവിൽ പാകിസ്ഥാൻ.